തിരുവനന്തപുരം കഠിനംകുളത്തും സിനിമാ സ്റ്റൈൽ തട്ടിക്കൊണ്ടുപോകൽ. വെഞ്ഞാറുമൂട് സ്വദേശി റാഷിദും യുവതിയും സഞ്ചരിച്ച കാറിൽ മറ്റൊരു വാഹനം ഇടിപ്പിച്ച ശേഷം യുവാവിനെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന യുവതി വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയതാണ്. എന്നാൽ ആദ്യ ദിനം യാതൊരു സൂചനയും ലഭിച്ചില്ല. എന്നാൽ പിറ്റേന്ന് റാഷിദുമായി കാറിലെത്തിയ സംഘം പോലീസിന്റെ വലയിൽ കുടുങ്ങി. കേസിൽ 3 പേർ കഠിനംകുളം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക്, കരുനാഗപ്പള്ളി സ്വദേശികളായ സബീർ, റമീസ് എന്നിവരാണ് അറസ്റ്റിലായത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് പ്രതികളുടെ മൊഴി. വെഞ്ഞാറമൂട് സ്വദേശി റാഷിദും സുഹൃത്തായ യുവതിയും കാറിൽ സഞ്ചരിക്കവേ പിന്നാലെ കാറിലെത്തിയ 3 അംഗ സംഘം കഠിനംകുളം മരിനാട് വെച്ച് കാറിടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് യുവാവിനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി. റാഷിദിനൊപ്പമുണ്ടായിരുന്ന ഇടുക്കി സ്വദേശിയായ യുവതിയാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. സ്ഥലപരിചയമില്ലാതിരുന്ന യുവതി ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയില്ലായിരുന്നു. കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ പോലീസ് കാറും മൊബൈൽ നമ്പറും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ആദ്യ ദിവസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ വാഹനങ്ങൾ മാറ്റിയ സംഘം യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. ഇവർ തിരികെ വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരുന്നതായി വിവരം ലഭിച്ച പോലീസ് കിളിമാനൂരിൽ വെച്ച് പിന്തുടർന്ന് കാർ തടഞ്ഞെങ്കിലും മുഖ്യപ്രതിയായ കാർത്തിക് കാറിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. റാഷിദിനെയും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രക്ഷപ്പെട്ട കാർത്തിക്കിനെ പിന്നീട് കഴക്കൂട്ടത്തു നിന്നാണ് പിടികൂടിയത്. കാർത്തിക് കഴിഞ്ഞ മെയിൽ കഴക്കൂട്ടത്ത് ഹണി ട്രാപ്പിലൂടെ യുവാവിനെ വിളിച്ചു വരുത്തി ആഡംബര കാറും സ്വർണവും തട്ടിയെടുത്ത കേസിലടക്കം പ്രതിയാണ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പുതിയ സംഭവം. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച 3 കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് അന്വേഷണം നടന്നുവരുന്നതായി കഠിനംകുളം പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കഠിനംകുളം.